രഹസ്യ സർവേ വിവരത്തിൽ പുകഞ്ഞ് സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയം. പ്രതിപക്ഷ നേതാവിന്റെ നീക്കങ്ങൾ ഒരു വിഭാഗം അതൃപ്തി രേഖപ്പെടുത്തുമ്പോൾ പിന്തുണ പ്രഖ്യാപിക്കുന്ന മറുവിഭാഗവുമുണ്ട്. നിലവിലെ വിവാദങ്ങളിൽ കടുത്ത അതൃപ്തിയിലാണ് AICC നേതൃത്വം. ഞായറാഴ്ച ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പ്രസ്താവനയോടെയാണ് ചർച്ചകളുടെ തുടക്കം. നിലവിലുള്ള 21 സീറ്റുകൾക്ക് പുറമെ 42 സീറ്റുകളിൽ കൂടി വിജയസാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇതിന് പിന്നാലെയായിരുന്നു വിജയസാധ്യതയുള്ള 63 മണ്ഡലങ്ങൾ ഏതെന്ന് തീരുമാനിക്കാൻ പ്രതിപക്ഷ നേതാവിന് എങ്ങനെ സാധിച്ചു എന്ന AP അനിൽകുമാറിന്റെ ചോദ്യം. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന നേതാവാണ് അനിൽകുമാർ. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയും യോഗത്തിലുണ്ടായിരുന്നു. അനിൽകുമാറിന്റെ ഇടപെടലോടെ പ്രതിപക്ഷ നേതാവ് പ്രസംഗം നിർത്തി. മറുപടി പ്രസംഗം പൂർത്തീകരിക്കാൻ നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും സതീശൻ വഴങ്ങിയില്ല. പ്രതിപക്ഷ നേതാവ് രഹസ്യ സർവേ നടത്തിയെന്ന വിവരത്തിൽ ദേശീയ നേതൃത്വത്തിനും അതൃപ്തിയുണ്ട്. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ വിജയസാധ്യതയുള്ള സീറ്റുകൾ കണ്ടെത്താനും സ്ഥാനാർത്ഥി നിർണയത്തിനുമായി AICC ആണ് സർവേ നടത്താറ്. ഇത് മറികടന്നൊരു നീക്കം സതീശൻ നടത്തിയോ എന്നാണ് ഉയരുന്ന ചോദ്യം. അങ്ങനെ പാർട്ടി ഒരു സർവേ നടത്തിയതായിട്ട് എനിക്കറിയാം. സാധാരണഗതിയിൽ AICC ആണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള സർവേ നടത്തുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചില്ല. ശരി, ഓക്കെ, വേറെ ഒരു വിഷയമില്ല. PK കുഞ്ഞാലിക്കുട്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനം നടത്താനെത്തിയത്. K സുധാകരനുമൊത്ത് എന്നിങ്ങനെ ഒരു സംയുക്ത വാർത്താസമ്മേളനം ഉണ്ടാകുമെന്ന VD സതീശനോടുള്ള ചോദ്യത്തോട് പ്രതികരിച്ചത് ചെന്നിത്തലയാണ്. എപ്പോഴേ നടത്തിക്കളയാം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.